ചെറുതുരുത്തി പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അതിഗംഭീരമായി വിജയദശമി പൂജ നടന്നു. അതിലെടുത്തു പറയേണ്ടത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ട്രാക്ടർ വന്ന് പൂജിച്ച കാഴ്ച മനോഹരമായിരുന്നു. ഭക്തജനത്തിരക്ക് വർഷങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഓരോ വർഷവും ഏറി വരികയാണ് ഈ ക്ഷേത്രത്തിൽ. ഇരുചക്രവാഹനങ്ങളും മറ്റു വാഹനങ്ങളും കൊണ്ട് ഗ്രൗണ്ടാകെ നിറഞ്ഞിരുന്നു. കൂടാതെ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. വൻ ഭക്തജനത്തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ ഇന്ന് അനുഭവപ്പെട്ടത്. പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുത്തതിനു ശേഷം ഭക്തർ ലളിതാ സഹസ്രനാമവും മറ്റും പുസ്തകങ്ങൾ വായിച്ച് അമ്മയെ പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ലഘുഭക്ഷണം വിതരണം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ രാവിലെ 8-ന് നടന്ന കേളികൊട്ട് കണ്ണിന് കുളിർമയേകിയിരുന്നു. എല്ലാ ഭക്തജനങ്ങളും ക്ഷമയോടുകൂടി തൻ്റെ വാഹനം പൂജിക്കുന്നതുവരെ കാത്തുനിന്നു. ഓരോ വാഹനങ്ങളും പൂജ കഴിഞ്ഞ് ഗ്രൗണ്ട് വിട്ടിറങ്ങി ആ സ്ഥാനത്തേക്ക് പുതിയ വാഹനങ്ങൾ കയറി വന്നു. അച്ചടക്കം കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു ഭക്തജനങ്ങൾ സഹകരിച്ചത്. ഭക്തജനങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ദേവിയാണ് പള്ളിക്കൽ ഭഗവതി. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് നിത്യേന കൂടി വരുന്നുണ്ട്. ഭക്തജന തിരക്ക് കാരണം ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പൂജ കഴിഞ്ഞത് ഏകദേശം 11:30-ഓടെയാണ്. ക്ഷേത്രം മേൽശാന്തി ഓരോ വാഹനങ്ങളും വളരെ ക്ഷമയോടെയും കൃത്യതയോടെയും പൂജകൾ ചെയ്തു. തൻ്റെ എല്ലാ പൂജകൾക്കും അദ്ദേഹം കൃത്യതയും ക്ഷമയും കാണിച്ചു പോരുന്നുണ്ട്. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പടിക്കൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പള്ളിക്കൽ ക്ഷേത്ര കവാടത്തിൽ എത്താം. പള്ളിക്കൽ ക്ഷേത്രത്തിൽ ജഗത്പിതാവായ ശിവഭഗവാനും വിഘ്നങ്ങളകറ്റുന്ന ഗണപതിദേവനും കലിയുഗ വരപ്രദായകനായ അയ്യപ്പസ്വാമിയും നാഗങ്ങളും കൂടിയുണ്ട്. കൃഷി ഇറക്കണമെങ്കിൽ ട്രാക്ടർ നിർബന്ധമായും ഉഴുതുമറിക്കണം. അപ്പോൾ ആ ട്രാക്ടർ പൂജയ്ക്ക് ഇവിടെ എത്തിയത് ഒരു സുന്ദരമായ കാഴ്ചയായി തന്നെ തോന്നി. ഈ ക്ഷേത്രവും ഈ പരിസരവും പൂജാതി കർമ്മങ്ങളും നേരിൽ കാണുന്നതിന് എല്ലാ ഭക്തജനങ്ങളും പള്ളിക്കൽ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.